ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 2 ശ്ലോക 9. അത്യായാസകരാണി കർമ്മ പടലാനി ആചാര്യ നിര്യന്മലാഹ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലേഷ്ട്വാ തർക്കപഥേ പരം തവ വപുഃ ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്ത ആർദ്രത്വം ഋതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അത്യായാസകരാണി, വളരെ ബുദ്ധിമുട്ടി ചെയ്യാനുള്ളതായിട്ടുള്ള കാര്യം. കർമ്മ പടലാനി, കർമ്മകാര്യങ്ങൾ. ആചാര്യ, ആചരിക്കുന്നത്. നിര്യന്മലാഹ, നിർമ്മലമാക്കിക്കൊണ്ട്. ബോധേ, ജ്ഞാനബോധം. ഭക്തിപഥേ, ഭക്തിപഥം. അഥവാ, അതല്ലെങ്കിൽ. അപി, അങ്ങനെ. ഉചിതതാം, ഉചിതമായ യോഗ്യതയുള്ളത്. ആയാന്തി, കൈവരികയുള്ളത്. കിം, എന്തിന്. താവത, അതുകൊണ്ട്. ക്ലിഷ്ട്വ, പരീക്ഷണം. തർക്കപഥേ, തർക്കത്തിന്റെ പാത. പരം, മറ്റൊരു. തവ, ഭഗവാൻ. വപുഹു, നിലനിൽക്കുന്നു. ബ്രഹ്മാഖ്യം, പരബ്രഹ്മസ്വരൂപം. അന്യേ, മറ്റ്. പുനഃ, വീണ്ടും. ചിത്ത, മനസ്സ്. ആർദ്രത്വം, ആർദ്രതയോടു കൂടിയത്. ഋതേ, വെറുതെ. വിചിന്യ, ശ്രദ്ധയോടുള്ള ചിന്ത. ബഹുഭിഹി, വളരെയധികം. സിദ്ധ്യന്തി, സിദ്ധിക്കുകയുള്ളതായിട്ടുള്ള കാര്യം. ജന്മാന്തരൈഹി, പല ജന്മജന്മാന്തരങ്ങൾ കൊണ്ടുള്ള. അത്യായാസകരാണി കർമ്മ പടലാന്യാചര്യ നിർയന്മല ബോധേ ഭക്തിപഥേ ധവാപ്യച്യുതതാം ആയാന്തി കിം താവതാ ക്ലേഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മകാര്യങ്ങൾ അവ ആചരിക്കുന്നത് നിർമ്മലമാക്കിക്കൊണ്ടുള്ള ജ്ഞാനബോധത്തെ, ഭക്തിപദത്തെ, അതല്ലെങ്കിൽ അങ്ങനെ ഉചിതമായ യോഗ്യതയെ കൈവരികയുള്ളതായിട്ടുള്ള ഒരു വരം കിട്ടുന്നതാണ്. അത് എങ്ങനെയെന്നാൽ ഭഗവാന്റെ തർക്കത്തിന്റെ പാതയുടെ പരീക്ഷണം മൂലം മറ്റ ഒരു ഭഗവാനിലും നിലനിൽക്കാതെ ഈ ഭഗവാനായ ഗുരുവായൂരപ്പനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പരബ്രഹ്മത്തെ, അത് മനസ്സിൽ ആർദ്രതയോടുകൂടി, വെറുതെ ശ്രദ്ധയോടുള്ള ആ ചിന്തയോടുകൂടി സ്മരിക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സിദ്ധിക്കുന്ന പല കൈവര്യമാകുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. ഇത് പല ജന്മങ്ങൾ കൊണ്ട് കിട്ടുന്ന ഈ ഒരു ഫലം, ഈ ഭക്തി യോഗം എന്ന ആ ഒരു മഹത്വത്തിലൂടെ ഒരു ജന്മത്തിൽ തന്നെ സിദ്ധിക്കുവാൻ സാധ്യമായിട്ടുള്ളതാണ്. എന്നാൽ ജ്ഞാനയോഗത്തെക്കാട്ടിലും കർമ്മയോഗത്തെക്കാട്ടിലും എന്തുകൊണ്ട് ഭക്തിയോഗം വലുത് എന്ന് പറയുകയാണെങ്കിൽ, പല ജന്മജന്മാന്തരങ്ങൾ എടുത്ത് പുണ്യഫലം കിട്ടുന്ന ആ ഒരു ജ്ഞാനയോഗവും കർമ്മയോഗവും ഒരേ ഒരു ജന്മം കൊണ്ട് പരമഭക്തിയോടു കൂടി ഭക്തിയോഗത്തെ
ലഭിക്കുകയാണെങ്കിൽ ആ പുണ്യഫലം, അതായത് ഭഗവാനിൽ ലയിക്കുക എന്ന ആ ഒരു മുക്തി നേടുക എന്ന ആ ഒരു ഫലം ഈ ഒരേ ഒരു ജന്മത്തിൽ ലഭിക്കുവാൻ സാധ്യമായിട്ടുള്ളതാണ്. അതാണ് ഈ ഭക്തിയുടെ മഹത്വം. ഇവിടെ ഭഗവാന്റെ സ്വരൂപ മാധുര്യത്തെ വർണ്ണിക്കുന്നു. അതിൻ കൂട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു ഭക്തിയോഗം മറ്റു രണ്ട് യോഗത്തെക്കാട്ടിലും മഹത്വം എന്ന് തെളിയിക്കുന്നു. താങ്ക് യു.